അതിനിത്ര ടെൻഷൻ അടിക്കുന്നില്ലേ? മറൈൻ ഡ്രൈവ് പോണെങ്കിൽ പോയിട്ട് വാ. മറൈൻ ഡ്രൈവ് പോണെങ്കിൽ പോയിട്ട് വരട്ടാ. പോയിട്ട് വാ. പിന്നെ അമ്മായി ഇന്നലെ ജംഗ്ഷനിൽ ഞാൻ അമ്മായിയെ കൊണ്ടുപോയല്ലോ. അപ്പോൾ ഒരു 200 രൂപ പെട്രോൾ അടിക്കാൻ തരാമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അത് ഇന്നലെ തന്നില്ല. ഇപ്പൊ അങ്ങ് തന്നായിരുന്നെങ്കിൽ ഞാനങ്ങ് പോയേനെ. 200 രൂപ ഞാനാ? എടാ കോമൺ സെൻസ് ഉപേടാ. ജംഗ്ഷനിൽ പോവാ ആരെങ്കിലും പറയോ 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു തരാന്ന്? ചതി, കൊടും ചതി. ഇത് ചതിയാണ്, ചതി. ഇത് മിണ്ടായിരിക്കോ? മനുഷ്യൻ വിഷമിച്ചിരിക്കുക. ആഹാ, അവസാനം ഒച്ച പൊങ്ങിയല്ല. ഇത്ര നേരം ഒരാൾ ഇവിടെ കരഞ്ഞ് വിഷമിച്ചിരിക്കുവായിരുന്നു. കരഞ്ഞ മകളെ പാറേ? കാര്യം എന്തിനാണ്? ഒന്നുമില്ലെന്നൊന്നുമല്ല. സ്കൂളിൽ നിന്ന് ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഓഹോ. മാഡത്തിന് 3rd പ്രൈസേ കിട്ടിയോളൂ. അതിന്റെ വിഷമം. ഒന്നാം സമ്മാനം കിട്ടാത്തതിന്റെ സങ്കടത്തിരിക്കുകയാണ്. പിന്നെ സങ്കടം വരത്തില്ലേ? സങ്കടം വരും. മകളെ പാറുവേ, ബാ പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ ജയോ പരാജയമോ ഒക്കെ കാണും. അതിനെ രണ്ടിനെയും നമ്മൾ ഒരേപോലെ കാണണം. അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ തോറ്റു. ഇപ്പോൾ ഉദാഹരണത്തിന് കാട്ടിൽ സിംഹം മാനിനെ ഓടിക്കൂലേ? അപ്പോൾ എന്തുകൊണ്ടാണ് മാൻ ഓടുന്നത്? എന്തുകൊണ്ട്? മാനിനെ ജീവിക്കണം. ആ ജീവിക്കാൻ വേണ്ടിയാണ് മാൻ ഓടുന്നത്. അതേപോലെ ആയിരിക്കണം നമ്മളും ഇതേപോലെയുള്ള പരാജയങ്ങളുടെ ഫ്രണ്ടിൽ പേടിച്ചങ്ങ് നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തോറ്റു. പകരം നമ്മൾ ആ മാൻ ഓടുന്ന പോലെ ഓടണം. അങ്ങനെ ഓടിയാലേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അടുത്ത റൗണ്ട് ട്രൈ ചെയ്താൽ നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടും. എന്ന് വെച്ചാ അടുത്ത പ്രാവശ്യം 1ാം സമ്മാനം മേടിക്കണം. അത് തന്നെ, മേടിക്കണമെന്നല്ല, മേടിക്കാൻ പറ്റും. ഇത് തന്നെയല്ല ഞാനും പറഞ്ഞു തന്നത്. അടുത്ത തവണ നമുക്ക് പിടിക്കാവുന്ന രണ്ടും ഒന്നും തന്നെയല്ലേ? ചേച്ചി ഇതുപോലെ അല്ല പറഞ്ഞത്. ഇതുപോലെ പറഞ്ഞായിരുന്നു എന്റെ വിഷമൊക്കെ അന്നേരേ പോയേനെ. കേശേ, നിന്റെ സമ്മതിച്ചടാ. എടാ നീ സംസാരിക്കണേട്ടപ്പോഴേ എനിക്ക് ഗൂസ് ബംബ് വന്നുപോയി. ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ സംസാരിക്കൂലേ, അതുപോലെയാണ് ഇവ സംസാരിച്ചത്. മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ സംസാരിക്കണ പോലെയാണ് നീ സംസാരിച്ചത്. മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എനിക്ക് എവിടോ ഒരു ദേജാവ് ഓടിക്കണുണ്ടല്ലോ ഇത്. പണ്ട് ഓർമ്മയുണ്ട? എല്ലാം കൂടെ പറഞ്ഞ് എന്നെ എരികേറ്റി ഞാൻ ഇവിടുന്ന് കോട്ട് വിട്ടോണ്ട് ഇറങ്ങിയത്. മോട്ടിവേഷൻ സ്പീക്കർ തേങ്ങ കൊല്ലാന്ന് പറഞ്ഞിട്ട് അവസാനം നിങ്ങളൊക്കെ കൂടെ തന്നെ എന്നെ തേച്ച്. ഇനി ഇതേപോലെ എന്നെ പ്രോത്സാഹിപ്പിച്ച പൊക്കി ചെത്തക്കൊമ്പിക്കായിട്ടുള്ള ഇൻട്രസ്റ്റ് നോക്ക്. ഞാൻ പോണ്, എനിക്ക് വേണ്ട 200 രൂപ. സത്യം. വിളിച്ചു പോവട്ടെ, വരാ. എന്താ കണ്ടാ? ഇതെവിടുന്ന ക്യാരംസ് ബോർഡ്? ഞാനേ നമ്മുടെ അവിടുത്തെ ലൈബ്രറി ഇല്ലേ, എവിടെ വാഴക്കാലം ഇങ്ങോട്ട് പറഞ്ഞു നോക്കിയുള്ള ആ ലൈബ്രറിയിൽ നിന്ന് കയറി. അവിടെ ചെന്നപ്പോ അവിടുത്തെ അണ്ണന്മാരിരുന്ന് ക്യാരംസ് കളിക്കുന്നു. ഞാൻ നൈസില് അവരുടെ കൂടെ അങ്ങ് കയറി. എങ്ങനെ ചേച്ചേ? പറ. ഞാൻ അവരുടെ കൂടെ അങ്ങ് കയറി. അപ്പോളേ 2 റൗണ്ട് അങ്ങ് കളിച്ച് പുല്ലുപോലെ. പുല്ലുപോലെയാണ് ജയിച്ചത്. സുറു പറഞ്ഞിട്ട് അവരെന്നെ ക്യാരം കിങ് എന്നാണ് വിളിച്ചത്. ക്യാരം കിങ് ചിക്ക് എന്ന് പറഞ്ഞിട്ട് വീണത് അറിയോ? ഞാൻ എന്നിട്ട് പറഞ്ഞ് ഇരി നമുക്ക് അടുത്ത കളി അവിടെ കളിക്കാന്ന് പറഞ്ഞപ്പോ അവരങ്ങ് പേടിച്ചു പോയി. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് കേച്ചി ഒരു കാര്യം ചെയ്യ്, നീ ഈ ക്യാരം ബോർഡ് വീട്ടിലോട്ടാ കൊണ്ടുപോകണം പറഞ്ഞു. എന്ത് കാര്യത്തിന്? അല്ല അവര് വീട്ടിലേക്ക് തന്നോണ്ട ആവശ്യം എന്താ? സംഭവം അവിടെ എന്തൊരു റിനോവേഷൻ എന്തോ നടക്കുകയാണ്. അപ്പൊ എന്നോട് പറയടാ നീ വീട്ടിൽ കൊണ്ട് നീ കുറച്ച് ദിവസം കളി, എന്നിട്ട് തിരിച്ച് സാധനം കൊണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ നമുക്ക് 2-3 റൗണ്ട് കളിക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ ഉള്ളവർക്ക് പിന്നെ വേറെ പണിയും ജോലിയൊന്നും ഇല്ലല്ലോ. അതില്ലല്ലോ. അത് മാത്രമല്ല, എപ്പോൾ നോക്കിയാലും നമ്മൾ ഈ ഫോണിൽ ഞോണ്ടിക്കൊണ്ടാണല്ലോ ഇരിക്കണത്. ഇതാകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയോ കുറച്ച് കണക്ഷൻസ് നമ്മൾ തമ്മിൽ കൂടും. അതുകൊണ്ട് അപ്പൊ എങ്ങനെ ഇരിക്കല്ലേ റൗണ്ട്? കളിക്കാൻ പിന്നല്ല ഇരി അങ്ങോട്ട്. പിന്നെ ഇരി അങ്ങോട്ട്. സെറ്റ്
നോക്കിയോ കുഴപ്പമില്ല ലച്ചുവിനെ ഞാൻ ഏറി ആ വാട ഏറി കയറ്റണത്. ഓഹോ തുടങ്ങിയല്ലേ തുടങ്ങാം. അത് കളി ചിരി 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 അടുത്തടുത്തടുത്തടുത്ത് ആവശ്യമില്ല. അബദ്ധം പറ്റി വീണത് പൊട്ട്. പോടാ 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 പോടാ. അപ്പൊ കണ്ടോണം ഒന്നേ പോടാ ഇറങ്ങി. ഇറങ്ങിപ്പോ എന്റെ ക്യാരംസ് ബോർഡാ? എടാ എവിടുന്നടാ? ഇതാ അതൊക്കെ നമ്മൾ ഒപ്പിക്കൂലേ അമ്മായി. കൊള്ളാണ് നിങ്ങൾ രണ്ടുപേരും. കളിക്കാൻ നേരത്ത് വിളിച്ചില്ലല്ലോ. ഞങ്ങളും കളിക്കുന്നു. അയ്യോ ഒരു ഞങ്ങള് കളിയില്ല. ഇപ്പൊ ഈ ഗെയിം സ്റ്റാർട്ട് ആയില്ലേ, അടുത്ത ഗെയിമിലേക്ക് ഒരുക്കും. എന്തോന്നടേ ഒരെന്തോന്നടേ ഇല്ല, അടുത്ത കളിയിൽ കയറിയാ മതി. പിന്നെ പാറുവേ നീ ക്യാരംസ് കളിക്കണ്ട കേട്ടാ. ഇതും കളിച്ചോണ്ടിരുന്നു കഴിഞ്ഞാ നീ പിന്നെ പഠിക്കൂല. ഞാൻ കളിക്കും. ഞാൻ കളിക്കൂന്ന്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞങ്ങളുടെ ഈ കളി ഒന്ന് കഴിയട്ടെ. ഇത് ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ ഇപ്പൊ എല്ലാം കൂടെ അടിച്ചിട്ട് വീട്ടിൽ പോകും കേട്ടാ. അമ്മായി സൂക്ഷിക്കണം, കള്ളക്കളിയാണ് ഫുള്ള്. പിന്നെ നമ്മള് ഭയങ്കര കള്ളക്കളി തന്നെ. കുഴപ്പമില്ല, ഞാൻ തോപ്പിച്ച കൈ കൊടുക്കാം. എടാ നിനക്കറിയോ ദുബായിലെ മലയാളി അസോസിയേഷനില് ക്യാരംസിന്റെ റാണിയായിരുന്നു ഞാൻ. ക്യാരംസിന്റെ റാണി റാണി ബാ ഞാൻ കാണിച്ചു തരാം. അമ്മായി എന്തോ എങ്ങനാ തുടങ്ങിയല്ലേ? തുടങ്ങുക. ഓക്കേ